നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷെ നീ താങ്ങില്ല. നിന്റെ ഭീഷണിയൊക്കെ നിർത്തിക്കോ. മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്ക് നേരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണിയും വെല്ലുവിളിയുമാണിത്. യുവതിയുമായി രാഹുൽ നടത്തിയ ടെലിഗ്രാം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നത്. യുവതിയെയും കുടുംബത്തെയും അപായപ്പെടുത്തുമെന്ന തരത്തിൽ വധഭീഷണി വരെയുള്ള സന്ദേശങ്ങൾ ചാറ്റിലുണ്ട്. പേടിപ്പിക്കാൻ നീയല്ല, ലോകത്തൊരു മനുഷ്യനും നോക്കേണ്ടെന്നും രാഹുൽ പറയുന്നു. പരാതി കെട്ടിച്ചമച്ചതെന്നാണ് ജാമ്യാപേക്ഷയിൽ പ്രതി വ്യക്തമാക്കുന്നത്. അതിനിടെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഭീഷണി സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട. ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ നീ താങ്ങില്ല. നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി നിന്റെ വീട്ടിൽ വരുമെന്നും രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിലവിൽ രാഹുലിന്റെ അറസ്റ്റിലേക്ക് നയിച്ച പരാതി ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകും മുമ്പ് അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വന്ന ചാറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരാതി നൽകാൻ പോവുകയാണെന്ന് പറയുമ്പോഴാണ് രാഹുൽ ഭീഷണി സന്ദേശങ്ങൾ അയച്ചത്. നീ ചെയ്യാനുള്ളത് ചെയ്യ, ബാക്കി ഞാൻ ചെയ്തുകൊള്ളാം. എന്തു പറഞ്ഞാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നീ കേസ് കൊടുക്ക. ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല സന്ദേശത്തിൽ പറയുന്നു. ഇത്തരത്തിൽ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന സന്ദേശങ്ങൾ രാഹുൽ യുവതിക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്നുമാണ് രാഹുൽ കഴിഞ്ഞ ദിവസം നൽകിയ ജാമ്യ ഹർജിയിൽ പറയുന്നത്. പരാതിക്കാരി പ്രായപൂർത്തിയായ വ്യക്തിയാണെന്നും ഒരു പുരുഷനെ കാണാനായി റൂം ബുക്ക് ചെയ്തെത്തുമ്പോൾ അതിന്റെ വരുംവരായികളെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിയാൻ ശേഷിയുള്ള ആളാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ പോലീസ് റിപ്പോർട്ടിന് ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി നിലപാട്. അതിനിടെ ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ നീക്കം തുടങ്ങിയെന്ന റിപ്പോർട്ടുണ്ട്. ബലാത്സംഗ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘം രാഹുലിനെതിരായ പരാതികളുടെ വിശദാംശങ്ങളും ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകളും കാര്യങ്ങളും നിയമസഭാ സ്പീക്കറെ അറിയിച്ചു. ഇതനുസരിച്ച് സ്പീക്കർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് നീക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. വിഷയം നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് അയച്ചു കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.